ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താ ഇവിടെ? എന്താ നിന്റെ കയ്യില്? ഇത് തൂവല്. തൂവലോ? തൂവലുകൊണ്ട് കിടക്കാൻ നീ എന്താ വല്ല പക്ഷിയാണോ? അല്ല, ഈ പൊള്ളലില് തേൻ പുരട്ടാനായിട്ട്. നിന്നോട് അയ്യോ, ഇതൊക്കെ ആരാ ചെയ്യാൻ പറഞ്ഞ? കയ്യും വേദനിക്കുന്നു. അയ്യോ, എവിടെ നോക്കട്ടെ. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നീ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിലൊന്നും അധികമൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഏതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ മുന്നിൽ വന്ന് നിന്നാൽ അത് നേരിടാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അത് ഇതുവരെ എന്റെ രൂപത്തിൽ നിനക്കുണ്ടായിട്ടില്ല. ഇനിയൊരു പ്രശ്നം നിനക്ക് വന്നാ നിന്റെ കൂടെ അച്ഛനുണ്ടാവും. നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിന്നെ അതിന് പ്രാപ്തിയാക്കാൻ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിൽ നിനക്ക് വേണ്ടി അത് പരിഹരിച്ചു തരാൻ എന്നും അച്ഛൻ നിന്നോടൊപ്പം ഉണ്ടാവും. അച്ഛന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ ഈ പൊള്ളലിനോ അല്ലെങ്കിൽ ഇതിലും വലിയ മുറിവുകൾക്കോ എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അച്ഛന്റെ ഈ വാക്കുകൾക്കുള്ള വില സത്യം പറഞ്ഞ അച്ഛന് പോലും അറിയില്ല. എന്റെ മുന്നിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അതിനെ എനിക്കിനി നേരിടാൻ കഴിയും. അത് എന്റെ കഴിവോ ധൈര്യമോ കൊണ്ടൊന്നുമല്ല. അച്ഛൻ പറഞ്ഞ ഈ വാക്കുകള് എനിക്ക് തരുന്ന ഊർജം കൊണ്ട. പിന്നെ ജോൾസര് പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും അപകടത്തിപ്പെടുന്നുള്ള പേടി ഒരിക്കലും അച്ഛന് വേണ്ട. അച്ഛൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും അച്ഛന്റെ സാമീപ്യം ഒന്നു മാത്രം മതി. എനിക്ക് നേരെ വരുന്ന ഏത് പ്രശ്നങ്ങളിലും ഞാൻ അകപ്പെട്ടു പോവില്ല. പക്ഷെ ഇപ്പൊ അച്ഛൻ എന്നോടൊപ്പം ഉണ്ടല്ലോ, ഇനി ഒന്നിനും ഞാൻ ഭയക്കില്ല. മുൻപൊക്കെ എനിക്കെന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാ രാജു. അതിന് കാരണം ഞാൻ രാജുവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ടാ. പക്ഷെ എന്റെ ആ ഇഷ്ടം രാജു മനസ്സിലാക്കിയില്ല. ആ ഒരു വിഷമം എനിക്കിപ്പോ അധികമൊന്നുമില്ല. കാരണം എനിക്കിപ്പോ എന്ത് ഷെയർ ചെയ്യാനായി എനിക്കെന്റെ അച്ഛനുണ്ടല്ലോ, എനിക്കത് മതി. മോളെ അച്ഛൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ? പോട്ടെ, ഇനി എന്റെ മകളുടെ ജീവിതത്തില് വിഷമത്തിന് സ്ഥാനമില്ല. ഇനി എന്നും സന്തോഷം മാത്രമായിരിക്കും നിന്റെ ജീവിതത്തില്. അതാണ് ഇനി ഈ അച്ഛന്റെ ആദ്യത്തെ ലക്ഷ്യം. മോളധികം സ്ട്രെയിൻ എടുക്കണ്ട കേട്ടോ. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അങ്ങനെ ചിന്തിച്ചാ മതി കേട്ടോ. കിട്ടിയോടി? കിട്ടി വേണൂട്ടാ. ചെറുതേനാ ആശാരിയമ്മാവൻ അവരുടെ തോട്ടത്തിലെ കയ്യാല പൊളിച്ച തേനെടുത്ത് തന്നത്. ഇവിടെ ഇരിക്കണ തേനേക്കാളും പൊള്ളലിന് നല്ലത് ചെറുതേൻ തന്നെയാ. എടി രാധമ്മേ, ഒരു തൂവല് കൊണ്ട് വേണം പൊള്ളലിൽ പരട്ടാൻ. ശരി വേണൂട്ടാ. രാധമ്മേ, ചെറുതേ കിട്ടി. രമ്യേ, നീ തന്നെ ചെന്നിട്ടേ അളിയുടെ ദേഹത്തൊക്കെ പുരട്ടി കൊടുക്ക്. ചെല്ല്. ആ പെണ്ണിങ്ങനെയൊക്കെ ചെയ്ത രാജുവിന് ഇഷ്ടാവോടി? അതാ എനിക്കും പേടി വേണോട്ടാ. അവൻ ഇനി അവളെ എന്തേലും പറഞ്ഞാൽ അവൾക്കും വിഷമാവില്ലേ? എന്തിനാ ജയ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തനൊക്കെ കൂട്ടു നിൽക്കുന്നേ? അളിയെ രമ്യ വഴക്കൊന്നും പറയാൻ പോണില്ല.
നിങ്ങൾ ആരും അതോർത്ത് പേടിക്കുകയും വേണ്ട. അവര് നടക്കട്ടെ രാധമ്മേ. രമ്യ അടുത്തിട്ടല്ലേ രാജുവിന് രമ്യയോട് പ്രണയം തോന്നുള്ളൂ. എന്താ രാജു ഇങ്ങനെ ഓരോരുത്തരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങനെ സ്വയം നീറി ജീവിക്കുന്നത്? നിനക്ക് നോവുന്നത് എനിക്ക് സഹിക്കാനാവില്ല രാജു. പ്ലീസ്, ഇനിയെങ്കിലും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നീ ഉറങ്ങാണോ? ഉറങ്ങിക്കോ. ഞാൻ നിന്റെ വേദനയൊക്കെ ഇപ്പൊ മാറ്റിത്തരാട്ടോ. ഇതുവരെ നടന്നതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇതെല്ലാത്തിന്റെ അവസാനായിരിക്കണം. എന്റെ രാജു ഇനി അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കരുത്. അവളെ രക്ഷിക്കാനോ സമാധാനിപ്പിക്കാനോ ഇനി ഒരിക്കലും ഇങ്ങനെ സ്വയം വേദനിക്കരുത്. അവൾക്ക് അപകടം പറ്റുമ്പോ രക്ഷിക്കാൻ അവിടെ അവളുടെ അച്ഛനില്ലേ, ആ ദീപക്കില്ലേ, ഇപ്പൊ പുതിയൊരുത്തനും വന്നിട്ടുണ്ടല്ലോ, ആ റോഹൻ. അവിടെ അത്ര ആളുകളുള്ളപ്പോ ഈ രാജു എന്തിനാ ഇങ്ങനെ? ഇനി അവളുടെ പിന്നാലെ പോയാ എന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും കേട്ടോ. നീ എന്താ ഇവിടെ? എന്താ നിന്റെ കയ്യില്? ഇത് തൂവല്. തൂവലോ? തൂവലുകൊണ്ട് കൊടുക്കാൻ നീ എന്താ വല്ല പക്ഷിയാണോ? അല്ല, ഈ പൊള്ളല് തേൻ പുരട്ടാനായിട്ട്. നിന്നോട് അയ്യോ, ഇതൊക്കെ ആരാ ചെയ്യാൻ പറഞ്ഞ? കൈയും വേദനിക്കുന്നു. അയ്യോ, എവിടെ നോക്കട്ടെ. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ആര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നെന്ന്? അത് പിന്നെ ജേട്ടൻ പറഞ്ഞപ്പോ. ഈ അളിയനെ ഞാനൊന്ന് ശരിയാക്കും. അല്ലെങ്കിലും ആണുങ്ങൾ തനിച്ചു കഴിയുന്ന റൂമിലേക്ക് ഇങ്ങനെ കയറി വരാൻ പാടില്ലെന്ന് നിനക്കറിയില്ല രമ്യേ? വേറെ ആരും അല്ലല്ലോ. നാളെ ഒരിക്കലേ രാജുവിന്റെ ഭാര്യാവൻ പോകുന്ന ആളല്ലേ ഞാൻ. അപ്പോ രാജുവിന്റെ റൂമിലേക്ക് വന്നതിൽ എന്താ തെറ്റ്? രമ്യ, എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും വേദന ഇപ്പൊ എന്റെ ശരീരത്തിലുണ്ട്. അതിന്റെ പുറമെ നീയും കൂടെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ? ഞാൻ രാജുവിന്റെ മുറിയിലേക്ക് വന്ന് രാജുവിന്റെ പൊള്ളലില് തേൻ പുരട്ടിയപ്പോഴാണോ രാജുവിന് ഇറിറ്റേഷൻ വന്നത്? ആ, അവൾക്ക് വേണ്ടി പൊള്ളിയപ്പോഴേ നല്ല സുഖമായിരുന്നല്ലോ അല്ലേ? എന്റെ ദൈവമേ.